പാവക്കെണ്ണാണ് എടുത്തത്. ഇത് വലുതായത് കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നു. അങ്ങനെ പാവക്ക അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഇത് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണമാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്ന. വലുതായത് കൊണ്ട് ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കടുക് ആഡ് ചെയ്യണം. അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ച പാവക്കയിലേക്ക് ഒരു സവാള ചെറുത് അരിഞ്ഞത് ഇതിലേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇടുന്നു. 2 പച്ചമുളകാണ് ഇപ്പോൾ എടുത്തത്. കണ്ടോ? ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇടുന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഈ കൈപ്പയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നു. ഈ കൈപ്പയുടെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ആഡ് ചെയ്യുന്നു. ആ കയ്പ്പ് രസമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. നമ്മളെ കൈപ്പയുടെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരല്പം തേങ്ങ ചിരകിയത് കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കയ്പ്പ് രസം ഉണ്ടാവുകയില്ല. ആ പച്ച കയ്പ്പൊക്കെയാണ് അധികം കയ്പ്പുണ്ടാകുക. ഇത് തനി നാടൻ കയ്പ്പ ആണിത്. കൃഷി ചെയ്യുന്നതിന് വാങ്ങിയതാണ് കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചില്ലി പൊടിച്ചതാ കണ്ടോ, അത് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഒരല്പം എരിവിന് വേണ്ടിയിട്ട് ഇതെല്ലാം ആഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മളെ കയ്പ്പ ഇവിടെ ഇതാ നമ്മളെ കയ്പ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരന്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സഹായിക്കണേ, സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ.